അത്ഭുതമായിരുന്നു നിൽക്കുക ആദ്യമൊക്കെ ബഹുമാനമൊക്കെ തോന്നിയായിരുന്നേ. പക്ഷെ മകളുടെ കല്യാണം കൂടി കഴിഞ്ഞപ്പോ കൂടുതലായി. അച്ഛന്റെയും ആങ്ങളുടെയും മകന്റെയും എല്ലാ സൗന്ദര്യത്തോടെ കൂടെ അവനാ കല്യാണം നടത്തിയത്. അച്ഛൻ അമ്മയെ തല്ലിന് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. ഞാൻ കുടിക്കും അങ്ങനെ ചെയ്യില്ലാറില്ലേ. ഞാൻ അച്ഛൻ അങ്ങനെ കുടിച്ച് വന്നിട്ട് അമ്മേനെ തല്ലണതും മക്കളേനെ ഇന്നൊക്കെ എടുത്തിട്ട് ഇട്ട് തല്ലണതും പെങ്ങളേനെ എടുത്തിട്ട് തല്ലണൊക്കെയാണ്. അത് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. അങ്ങനെയാണ് എൻ്റെ നാട്ടില് കുട്ടിയോളയില് എനിക്ക് മാത്രമേ സൈക്കിൾ നന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ കരണ്ട് അമ്മ അതുപോലെ ഒരു പഴയ സൈക്കിൾ വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഒരു സൈക്കിൾ എൻ്റെ വീടിൻ്റെ അകത്തൊരു വീട്ടിലുണ്ട്. സെക്കൻഡ് ടയറൊക്കെ പൊട്ടിയിരുന്നു. അപ്പൊ മാറ്റേണ്ട രീതിയിൽ ഒരു സൈക്കിൾ ഉണ്ട് പറഞ്ഞു. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ആ സൈക്കിളിന് 75 റുപ്യാണ് പറഞ്ഞു. ആരും കൂടി തള്ളിയിട്ട് എവിടെയെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞാലും ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പൊ അതിനെക്കാട്ടി നല്ല സൈക്കിൾ വാങ്ങി കൊടുക്കാതിരിക്കല്ലേ സൈക്കിൾ പോണത് അരഞ്ഞു പൊളിച്ചിട്ട് ഞാൻ എന്നിട്ട് ഞാൻ നന്നായി ആദ്യം സൈക്കിൾ വാങ്ങും പറഞ്ഞ ആള് ഞാൻ നന്നായി അപ്പൊ ആദ്യം പോയിട്ട് കാറ് വാങ്ങി. സൈക്കിൾ മാത്രം വാങ്ങിയില്ല. 23 വയസ്സിൽ ജസ്റ്റ് ലീഗലായപ്പോ മകൻ കല്യാണം മരുമകളുമായിട്ട് വന്നിരിക്കുക. മരുമകൾക്ക് 18 വയസ്സാണെന്ന് അറിഞ്ഞപ്പോ രണ്ടാമത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ടീച്ചർ നമ്മൾക്ക് ഒരു പണിയെടുക്കാൻ അറിയില്ലല്ലോ വീട്ടില്. പൊന്ന് ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോ ഞങ്ങളുടെ വീട്ടിൽ ചിരിക്കുള്ളിക്ക് മറ്റേ പിറന്നാൾ ഇവിടെ പൊഞ്ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ച് ഇപ്പൊ ഒരു മോണ്ടിസോറി ടീച്ചർ ആയിരിക്കുകയാണ്. അമ്മ സൺസ്ക്രീം വെച്ചിട്ട് ഫേസ് വാഷ് മൊത്തം വെച്ചു. അവളെടുത്ത് മോത്രം നോക്കിയപ്പോ മുഖം മൊത്തം എന്നിട്ട് മുടി ഇങ്ങനെ ആക്കുമ്പോ ഫുള്ള് പദം ഇങ്ങനെ ഇളകി വരുന്നു. കൊറേ ചിരിച്ചു. ഇത് ശരിക്കും ഞങ്ങളുടെ ധ്യാൻ ശ്രീനിവാസന്റെ വേറൊരു വേർഷൻ. അല്ല അതല്ല ശരിക്കും അയ്യോ ഇത് ഉണ്ടാക്കാൻ സത്യം അയ്യോ അമ്മ പണിയെടുത്തിട്ട് വീടിന്റെ വാടക കൊടുക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് ഡ്രസ്സ് വാങ്ങണം. അവ ഓട്ടോ ഓടൊക്കെ ഇറങ്ങിയപ്പോ പിന്നെ അവന് ഡ്രസ്സ് എടുക്കണം. ചെടി മാത്രം ഞാൻ എടുത്തു കൊടുത്തായി. ഇപ്പൊക്കെ അമ്മേനെ ഞാൻ വിളിച്ച് വരുത്തി കൊണ്ടുപോണത് സൂചി വെക്കാന്. സൂചി പനിയൊന്ന് സൂചിയൊക്കെ നമ്മള് നാണം കെടുത്തും. ഞാൻ അതുകൊണ്ട് പോവാറില്ല ഇവിടെ നാണം കെടുത്തും. കൊറോണ സൂചി നമ്മൾ എടുക്കാൻ പോയപ്പോ പറഞ്ഞു അതിന്റെ ഉള്ളിൽ ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ പറഞ്ഞു. എന്ത് ഞാൻ അമ്മ എന്നാ പറ്റില്ല. ബ്ലഡ് എടുക്കാൻ പോയി. ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നെ അറിയുന്ന ആൾക്കാരൊന്നും അവല്ലേ അവിടെ 4 നേഴ്സുമാർക്കൊക്കെ എന്നെ അറിയാം. അവരാ സാധനങ്ങൾ ആക്കിന് തുള്ളി പോവില്ലേ. എനിക്ക് പടച്ചിലാണ്. അതൊരു കമ്പി കഷ്ണം ഇറക്കല്ലേ. നടുവ് കൂടെ പോയിട്ട് അവിടെ നിന്നാ മതി. ആരും കാണാൻ പറ്റില്ലല്ലോ ഫ്രണ്ടില്. ധൈര്യമായിട്ട് നടക്കാം. ആരും കാണല്ലേ. ഞാനപ്പോ തിരിഞ്ഞു നോക്കി ബാക്കിലുണ്ടല്ലോ അല്ലേ. കിട്ടിയപ്പോ നമ്മൾക്ക് ജോലി കിട്ടാൻ വേണ്ടിട്ടൊക്കെ സ്കൂളിൽ വിളിക്കില്ലേ പറയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ഇനി ഉമ്മോളും കൂടി ഒന്ന് നല്ലതായിട്ട് പിന്നെ എന്റെ സുജിമോൾക്ക് ഒരു പെൺകുട്ടിയുമാണ് വേണം. ഗുഡ് ലക്ക്. സോ മല്ലു ഫാമിലിയിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു മെമ്പർ താ നമ്മളിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. വത്സല ആൻറ്റി വെൽക്കം. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ അത് പൊന്നല്ല അവിടെ നമ്മുടെ ഇവയൊക്കെ ഓടി കളിക്കുന്നുണ്ട്, ഇഷാൻകുട്ടനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ നമുക്ക് അധികം നേരം ഫ്രെയിമിൽ കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അമ്മയെ വിളിച്ചിരുത്തിയിരിക്കുകയാണ്. അതാ പോണു വീടരുതേ. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം ചേട്ടൻ്റെയും ചേച്ചീൻ്റെയും ലവ് സ്റ്റോറി കേട്ടിട്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പം നമ്മൾ ചേട്ടൻ ഒരു കുടുംബസ്ഥനായ കഥ കേൾക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചോദിക്കാൻ ഏറ്റവും പറ്റിയ ആൾ ഇറ്റ്സ് നോബഡി എൽസ്, ഇറ്റ്സ് യു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അമ്മേനെ എനിക്ക് എന്തായാലും ഇങ്ങോട്ട് വിളിക്കണമെന്ന് പറയായിരുന്നു. അച്ഛനില്ലാതെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നല്ല രീതിയിൽ മോളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. എന്താണ് ആൻറ്റിക്ക് പറയാനുള്ളത്? അമ്മേനെയും കൂടെ ഒന്ന് കെട്ടിക്കണക്കി നോക്കണ ചെക്കൻ നോക്കണ്ട ആരെങ്കിലും പറയാ. നല്ല അച്ഛൻ വന്നാലും അമ്മയ്ക്ക് ആവശ്യമില്ല. ഇത്രയും കാലം അങ്ങനെയൊക്കെയല്ലേ ജീവിച്ചു. ഇനി മരണം വരെ അങ്ങനെയൊക്കെ ജീവിക്കുക. അപ്പം അച്ഛന്റെ ആ ഒരു സ്ഥാനത്ത് നിന്നിട്ട് ചേട്ടൻ എന്ത് നടത്തി. അപ്പൊ ആന്റിക്ക് എന്താണ് അമ്മ പച്ചനായിട്ട് കാണുന്ന അതിനെയാണ് അല്ല എന്റെ കൂട്ടുകാരങ്ങനെ രാവിലെ ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കും. രാവിലെ അതെന്താ അവൾ പറയുന്നത് അറിയാം. അവൻ എപ്പോഴും വന്നിട്ട് അവിടെ സിറ്റ് ഔട്ടിൽ സോഫയിൽ വന്നിരിക്കും കേട്ടോ. ഞങ്ങൾ ഉള്ളിൽ വെച്ചാലോ ഉണ്ടില്ല അവിടെ ഇരിക്കും. അപ്പൊ എന്റെ അച്ഛനായിരുന്നു ഇന്നും അങ്ങനെ. വീട്ടിലാവുമ്പോ അച്ഛൻ ഇന്ന് പോകുമ്പോ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ ഒരു ദിവസം അവനോട് പറഞ്ഞേ ഈ ഇപ്പൊ എന്റെ അച്ഛനായതാണ്. അതെന്തറിയോ വീട്ടിൽ വൈഫൈ ഉണ്ട്. അപ്പൊ നേരെ വന്നിട്ട് അവിടെ ഫ്രണ്ടിൽ സോഫ ഉണ്ട്. അപ്പൊ അതിൽ വന്ന് അവിടെ അങ്ങനെ ഇരിക്കും. അവൻ വന്നാലും നമ്മളെ വിളിക്കുന്നില്ല, അവനവിടെ ഉണ്ടാവും. അവനവിടെ വന്നിട്ട് സോഫയിൽ കിടക്കുന്നുണ്ടാവും. ആരോടൊന്നും ഒരു ശല്യമില്ല. പക്ഷെ ആ ഒരു ദിവസം അവനവിടെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു അസ്വസ്ഥതയാണ്. പിന്നെ
ഉച്ചയ്ക്ക് food കഴിക്കാനും കൊറേ വൈകുന്നേരത്തൊക്കെ ആയില്ല അവര് ഒപ്പം ഉണ്ടായിട്ട് അവരിത് ഡെയിലി അങ്ങനെ വന്നിട്ടേ ഒരു ദിവസം അവരില്ലെങ്കിൽ ഒരു തൊയിരക്കടാണ് കണ്ടില്ലെങ്കിലേ. അതെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇഷാൻ വരണ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വരയ്ക്കാനുള്ള ഫോണ് കൊടുക്കാൻ പറഞ്ഞിട്ടാണില്ലേ. ഫോണ് ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഇടയ്ക്ക് ഫ്രെയിമിൽ വരും പോവും. അതാണ് സുഞ്ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞിട്ട് കാണിക്കുന്നത്. എനിവേ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയായിരുന്നു 1 ഗ്രാം സ്വർണം പോലും എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ മകളെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുന്നൊക്കെ ആന്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ സ്വപ്നം തന്നെ കണ്ടില്ല. പക്ഷെ ഇവനെപ്പോഴും പറയും സ്വപ്നം കാണാൻ കാശ് കൊടുക്കും വേണ്ടല്ലേ പോലെ സ്വപ്നം കണ്ടായിരുന്നു. അവളൊക്കെ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കും. ഒരു 10-25 പവന്റെ പണ്ടത്തിൽ അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഓർക്കാപ്പുറത്താണ് അതൊക്കെ സംഭവിച്ചത്. ഞാൻ ആഗ്രഹിച്ചൊക്കെ കിട്ടിയിരുന്നു. അടിപൊളി. എല്ലാം ഞാൻ ഓരോ സ്വപ്നങ്ങൾ കാണാറുണ്ട്. വണ്ടി എടുക്കണമെങ്കിലും ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിലും ഓരോ സ്ഥലത്തേക്ക് പോകാനൊക്കെ ഇങ്ങനെ. പക്ഷെ നമുക്കത് ആഗ്രഹിക്കാൻ ഒരു വഴിയും കാണാനില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ആഗ്രഹിക്കും. ആഗ്രഹിച്ചായി 2 മക്കള് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച 2 മക്കള് കിടൂന്ന് വിളിക്കുന്നുണ്ട്. കിടൂന്ന് അങ്ങനെ വിളിപ്പേരുണ്ട്. ഇന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞ എത്രയോ മുന്നേ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നിട്ട് ഞാനിങ്ങനെ ഇക്കുണ്ടാവുന്ന കുട്ടിക്ക് ഞാൻ മൂത്തത് ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ കിടൂന്ന് വിളിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നല്ല പണ്ട് എന്തോ അങ്ങനെ പറഞ്ഞ സ്റ്റാൻഡ് വരെ കളിയാക്കും. എന്നിട്ട് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴൊക്കെ സ്റ്റാൻഡ് ഏട്ടന്മാരെ ഇവിടെ കാണും അണക്ക് കുട്ടീൻ്റെ ആവാച്ച അതിന്റെ പേര് കിടുന്ന പിന്നെ അങ്ങനെ കളിയാക്കിയായിരുന്നു. കളിയാക്കി കണ്ടോ ഈ ആൺകുട്ടിയാണ് മൂത്ത ആൺകുട്ടിയാണ്. അതെ കിടു കിടു ഒരു മൈൻഡില്ല കേട്ടാ. അവൻ അവിടെ അവൻ്റെതായ മൾട്ടിവേഴ്സിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയാണ്. അപ്പം ഈ ഒരു യൂട്യൂബ് തുടങ്ങുകയാണ്. അപ്പം ഇതിന് ഇത്രയും ഒരു വരുമാന മാർഗം ഉണ്ടാവുമെന്നൊക്കെ ആന്റിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിലൊരു സ്കോപ്പ്. ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ വന്ന് പറയുമ്പോൾ അതിനെങ്ങനെയായിരുന്നു ആദ്യം കണ്ടിരുന്നത്? ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടായതാണ്. അങ്ങനെ പറഞ്ഞിട്ടൊന്നല്ല, ഇത് പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഉണ്ടായൊരു സംഭവമാണ് യൂട്യൂബ് എന്നുള്ളത്. പിന്നെ ഇപ്പൊ വീഡിയോ ഒക്കെ 2-3 ദിവസം ഇട്ട് കഴിയുമ്പോ തോന്നി നന്നായി പോകുന്നുള്ളൊരു മനസ്സിനൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. പറഞ്ഞില്ലേ ഞാനിങ്ങനെ കുറെ ആൾക്കാർക്ക് ഫോണിൽ സംസാരിക്കുന്നത്. പിന്നെ കുറച്ചേരം ഇങ്ങനെ എല്ലാവരും പറയും നന്നായിട്ട് സംസാരിക്കും, ഒരു ചാനൽ തുടങ്ങിക്കൂടെ യൂട്യൂബ്. അപ്പൊ എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വലിയ ആൾക്കാരാണ് ചാനൽ തുടങ്ങേണ്ടത് എന്നായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അപ്പം എന്നല്ലേ പറയാ ഞാനിങ്ങനെ സിനിമയൊക്കെ നന്നായിട്ട് കാണുകൊണ്ട് സിനിമയെ പറ്റി സംസാരിച്ചിട്ട് ഒരു ചാനൽ തുടങ്ങിക്കോന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ എനിക്ക് അതിനുള്ളതൊന്നും ഞാനില്ല എന്നുള്ളൊരു ചിന്തായിരുന്നു. പിന്നെ ഒരു മാർച്ച് 21 ലോക്ക്ഡൌൺ തുടങ്ങണം. അപ്പോഴൊക്കെ വീട് നമ്മളിങ്ങനെ ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. ഞാൻ പിന്നെ വർത്തമാനം പറഞ്ഞ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിലിങ്ങനെ എനിക്ക് തോന്നി ഇങ്ങനെ തുടങ്ങാൻ കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി കുറച്ച് ഐഡിയകൾ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ April 8-ാം തീയതി ഞാൻ അങ്ങനെ വെച്ചാൽ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ഇങ്ങനെ നല്ല ഓർക്കുന്നു. ഞാൻ ഇതൊക്കെ പറഞ്ഞ വീഡിയോ എപ്പോഴും യൂട്യൂബ് കിടക്കുന്നുണ്ട്. തുടക്കത്തിലാണ് ഞാൻ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയപ്പോൾ 5 വർഷം ആവാറായി. അന്നത്തെ വീഡിയോ ആണ്. ആക്ച്വലി ആദ്യമായിട്ട് കേരളത്തില് ഒരു ഫാമിലി വ്ളോഗിങ് തുടങ്ങിയത് നിങ്ങളാണ്. ഞങ്ങളാണെന്നാണ് എന്റെ ഇത്. കാരണം വേറെ ആരും അങ്ങനെ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആ സമയത്ത് ആരും ഉണ്ടാകുന്നില്ല. തുടങ്ങി കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് ഞങ്ങളാണ്. കാരണം എല്ലാവരും അന്ന് മറ്റേ ടിക്ടോക്ക് ആണ്. അല്ല ഞങ്ങൾക്ക് ടിക്ടോക്കിൽ ഓൾറെഡി 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. എനിക്കും വെളുക്കുമ്പോഴുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്റെ പെങ്ങൾക്കും ഇതുപോലെ 8 ലക്ഷം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു അബദ്ധം പറ്റിയായിരുന്നു. ഞങ്ങൾ ടിക്ടോക്ക് പോണതിന്റെ മുന്നേ തന്നെ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങി. പല ആൾക്കാരും തുടങ്ങിയിട്ടുണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ തുടങ്ങി. നമ്മള് അങ്ങനെ ക്ലിക്കായി. എന്തോ ദൈവത്തിൻ്റെതായിരിക്കാം ക്ലിക്കായി. ആന്റി ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഒരു വീട്ടില് ഒരു അമ്മായിമ്മ മരുമകൾ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര അടി നടക്കാറുണ്ട് ചിലപ്പോൾ. ഇവിടെ സഞ്ജയന്റെ ഒപ്പം ഭാര്യ ഉണ്ട്, അമ്മ ഉണ്ട്, പെങ്ങളും ഉണ്ട്. ഹൗ ഡു യു മാനേജ് 3 പേര് ഒരേപോലെ? ഏട്ടൻ 3 പേര് ഒരുപോലെ കൊണ്ടും. ഇപ്പൊ എനിക്ക് ആദ്യമൊക്കെ ആണോ? എങ്ങനെയാണ് അമ്മയും പെങ്ങളെയും ഭാര്യനെയും ഒരേപോലെ കൊണ്ടുപോയി വെക്കുമ്പോ ഭയങ്കര അത്ഭുതങ്ങളും എന്താ ബഹുമാനമൊക്കെ തോന്നിയായിരുന്നേ. എന്താ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ അവൻ കൊണ്ടു കിടന്നിട്ടുണ്ട്. പക്ഷെ മകളുടെ കല്യാണം കൂടി കഴിഞ്ഞപ്പോ കൂടുതലായി. അച്ഛന്റെയും ആങ്ങളുടെയും മകന്റെയും എല്ലാ സൗന്ദര്യത്തോടെ കൂടെ അവനാ കല്യാണം നടത്തിയത്. മക്കളോടെ കന്നൊന്നും ബഹുമാനം തന്നെ ആണ്. എന്തായാലും അത് സന്തോഷം. അമ്മ വളർത്തി, അമ്മയുടെ ഒരു കഷ്ടപ്പാട് കൊണ്ട് വളർത്തി. അമ്മേനെ അമ്മയെ തല്ലിന് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത്. മറ്റേ ഞാൻ തുടങ്ങുന്നതല്ലേ ഞാൻ കുടിക്കും അങ്ങനെ ചെയ്യില്ലാറില്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ കുടിച്ച് വന്നിട്ട് അമ്മേനെ തല്ലണതും മക്കളേനോ ഇന്നൊക്കെ എടുത്തിട്ട് തല്ലണതും പെങ്ങളേനെ എടുത്തിട്ട് തല്ലണമൊക്കെയാണ്
അച്ഛൻ കള്ളു കുടിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ്. അത് കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് ഞാൻ ചിലപ്പോൾ പിന്നെ അതിനോടൊന്നും എനിക്കറിയുന്നുണ്ടാവില്ല. പിന്നെ എൻ്റെ ഇപ്പോൾ പൈസ കയ്യിൽ വരവ് തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചത് അമ്മേനെ നല്ല രീതിക്ക് വെക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവളാണെന്നുണ്ടെങ്കിലും പെങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാവരുമായിട്ട്. ആക്ച്വലി ഒരു സംഭവമുണ്ട്, നമ്മൾ എത്ര ഉയരത്തിൽ എത്തുമ്പോഴും നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ പൊന്നുപോലെ നോക്കിയാൽ നമ്മളെ ദൈവം വീണ്ടും ഉയരത്തിൽ കൊണ്ടുപോകും എന്നെപ്പോഴും എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര സത്യമായിട്ട് തോന്നുന്നു ഇപ്പം നിങ്ങൾ മൂന്നുപേരും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വെച്ചാലും മക്കൾ തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും നമ്മൾ വളർത്തിയിട്ടില്ല. അവർക്കിപ്പോൾ നമ്മൾ അമ്മയെ നോക്കാതിരിക്കാനുള്ള ഇതൊന്നും അവർക്ക് നമ്മൾ വരുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അച്ഛല്ലെങ്കിലും എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ട് തന്നെയാണ് അവരെ നമ്മൾ വളർത്തിണ്ടാക്കിയത്. അമ്മ ഒറ്റയ്ക്കുള്ള വെച്ചാലും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞാൻ തന്നെ അവരെ വളർത്തിയത്. 75 രൂപ സൈക്കിൾ ആകെ 120 രൂപയ്ക്ക് പണിയെടുക്കുമ്പോ അവർക്ക് 350 രൂപ സൈക്കിൾ. അമ്മേനെ പറഞ്ഞ കളിയാക്കുന്ന സംഗതി ഉണ്ട്. എന്റെ നാട്ടില് കുട്ടിയോളയില് എനിക്ക് മാത്രമേ സൈക്കിൾ നടന്നില്ല. അപ്പൊ ഒരു സൈക്കിളിൽ ഒരു റൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതേപോലെ കുന്നത്തുനിന്ന് സൈക്കിൾ ഞാൻ ഉന്തി കൊടുക്കണം. ഞാൻ ഉന്തി കൊടുത്തു കഴിഞ്ഞാൽ താഴത്ത് വന്നു കഴിഞ്ഞാൽ ആ സൈക്കിളിൽ റൗണ്ട് വരും എനിക്ക്, ഒറ്റ റൗണ്ട്. അതായത് ഈ ഇപ്പുറത്തെ പോസ്റ്റ് വന്ന് അപ്പുറത്തെ പോസ്റ്റ് വരെ ഒരു റൗണ്ട് കിട്ടും. അതായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നതാണ് എനിക്ക്. അപ്പൊ ഞാൻ അങ്ങനെ കരണ്ട് അമ്മ അതുപോലെ ഒരു പഴയ സൈക്കിൾ വാങ്ങി തരാൻ പറഞ്ഞിട്ട് ഒരു സൈക്കിൾ എന്റെ വീടിന്റെ അകത്തൊരു വീട്ടിലുണ്ട്. സെക്കൻഡ് ടയറൊക്കെ പൊട്ടിയിരുന്നു, അപ്പൊ മാറ്റേണ്ട രീതിയിൽ ഒരു സൈക്കിൾ ഉണ്ട് പറഞ്ഞു. അന്ന് അമ്മയ്ക്ക് 120 രൂപയാണ് ഒരു ദിവസം കൂലിയിട്ടുണ്ട്. അപ്പൊ അവൻ പറഞ്ഞപ്പോ അപ്പൊ അത് അമ്മ പറഞ്ഞു ഒന്ന് വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു ആ സൈക്കിളിന് 75 രൂപയാണ് പറഞ്ഞു. എത്ര 400 രൂപ വില പറഞ്ഞു കേട്ടോ. 400 രൂപയ്ക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് അത് വൈകുന്നേരമായി നിറച്ച് കുട്ടികളുണ്ടാവും. എല്ലാരും കൂടി തള്ളിയിട്ട് എവിടെയെങ്കിലും കയ്യോ കാലോ ഒടിഞ്ഞാലും ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പൊ അതിനെക്കാട്ടി നല്ല സൈക്കിൾ വാങ്ങിക്കൊടുക്കാതിരിക്കുന്നത് 400. അതെ 400 രൂപയ്ക്ക് സൈക്കിൾ പോണത് കരഞ്ഞു പൊളിച്ചിട്ട് ഞാൻ പക്ഷെ അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും മറ്റേ ഇത് വാങ്ങണം. എന്നിട്ട് ഞാൻ നന്നായി ആദ്യം സൈക്കിൾ വാങ്ങും പറഞ്ഞ ആള് ഞാൻ നന്നായി അപ്പൊ ആദ്യം പോയിട്ട് കാറ് വാങ്ങി. ഞാൻ നടത്തിയിട്ടുണ്ട്. ഞാൻ സൈക്കിൾ മാത്രം വാങ്ങിയില്ല. ആന്റി നമുക്ക് വല്ലാണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് അകത്തേക്ക് മാറി നമുക്ക് സംസാരിക്കാം. മഴ ആയതുകൊണ്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറിയിരുന്നു. പ്രകൃതിയുടെ ഒന്നിനും നമ്മളെ തടുക്കാനാവില്ല അല്ലെ, ഇവരുടെ പ്രണയം പോലെ അല്ലെ ആന്റി? ആന്റിക്ക് എന്താ തോന്നി 21 എത്ര വയസ്സായിട്ടാ പെണ്ണിനെ കൊണ്ട് വന്നപ്പോ? 23 വയസ്സിൽ ജസ്റ്റ് ലീഗലായപ്പോ മകൻ കല്യാണം കഴിഞ്ഞു, മരുമകളുമായിട്ട് വന്നിരിക്കുക. എന്റെ അമ്മേ ഞാൻ ജോലിക്ക് പോയിട്ടേ ഇവരെന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിക്കും അമ്മ എവിടെ എത്തി, അമ്മ എവിടെ എത്തി. വീട്ടിൽ നിന്ന് മുങ്ങാൻ രണ്ടാക്കും കൂടി ഞാൻ വരുമ്പോ വീട്ടിൽ കാണാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നതിന്റെ ശേഷം ഇവന്റെ കൂടെ എന്താ ഓട്ടോ ഓടുന്ന ആളെന്നെ വീട്ടിലേക്ക് പറഞ്ഞാച്ച് ഇന്റെ അടുത്ത് വന്ന് സംസാരിച്ച് സമ്മതൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നത്. അന്നത്തെ കാലം ഇത് നന്നായി. ഇന്നാണെങ്കിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ. പിന്നെ ഇപ്പൊ മക്കളെ ഇഷ്ടല്ല, അത് തടസ്സം ചെയ്യണ്ടല്ലോ. അമ്മ റിയാക്ട് ചെയ്യുന്നല്ല, അമ്മയ്ക്ക് എന്തിനാ ആവൂ, അമ്മയ്ക്ക് ഒരുപാട് അസുഖങ്ങളുള്ള അപ്പൊ എന്തെങ്കിലും പറ്റുമോ പെട്ടെന്ന് കേൾക്കുമ്പോ നമ്മുടെ ടെൻഷൻ ആയിരുന്നു. അല്ല അതാ ഞാൻ പറഞ്ഞേ, അന്നത്തെ കാലം നന്നായി. ഇന്നാണെങ്കിൽ ഏതാ പാട്ട് വരിക? ഏത് പാട്ടാ വരിക? ഓർമ്മ ഉണ്ട്, പറയൂ. ഏത്? ആ സമയത്ത് ഞങ്ങൾ ആ ടൈമിലല്ലേ, ഞങ്ങൾ അതിന് മുന്നേ കഴിഞ്ഞിട്ടാണ് ആ പാട്ട്. അയ്യോ എന്റെ അമ്മേ, ടിക്ടോക്ക് തുടങ്ങുമ്പോഴേ ഞങ്ങളപ്പോ മ്യൂസിക്കലിയാണ് അതും തുടങ്ങിയത്. അല്ല ആ സമയത്താണെന്ന് പറയാം, അന്ന് അല്ല അന്നാ ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ വീഡിയോ ചിലപ്പോ വന്നേനെ എന്തിനാ ചോദിച്ചിട്ട് റെഡി ആയി. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ മരുമകൾക്ക് 18 വയസ്സാണെന്ന് അറിഞ്ഞപ്പോ രണ്ടാമത്തെ റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് അങ്ങനത്തെ ടെൻഷൻ ഒന്നുമില്ല. ഞാൻ രാവിലെ 5 മണിക്ക് 4 മണിക്കൊക്കെ നീച്ച് ഇവർക്ക് എല്ലാം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് 7 മണിയുടെ ബസ്സിന് ഞാൻ അമ്മ പണിക്ക് നിർത്തണത് മറ്റേ ഇവള് പ്രഗ്നന്റ് ആയപ്പോഴാണ്. അന്ന് തുടങ്ങി ഞാന് കുടുംബം നോക്കല്. അന്ന് തുടങ്ങിയതാണ്. അതുവരെ ഞാൻ സത്യം കുടുംബം നോക്കണതല്ല കേട്ടോ. ഞാൻ ഡെയിലി എനിക്ക് തോന്നുന്നു അവന്റെ കാര്യത്തിൽ മാത്രം ഡെയിലി ഓട്ടോഷൂടെ കിട്ടും. ഞാൻ ആ പൈസക്ക് അന്ന് തന്നെ ഞാൻ ചെരുപ്പും ടീഷർട്ടൊക്കെ വാങ്ങും ഡെയിലി. ഞാൻ ഡെയിലി കറുപ്പ് ടീഷർട്ടുകൾ വാങ്ങി വെക്കുക, ചെരുപ്പുകൾ. അതെന്റെ പണി. കറുപ്പ് ഷർട്ട് അതിന്റെ ഏറ്റവും കൂടുതൽ തന്നെയാണ്. അപ്പൊ ഡെയിലി വാങ്ങാം. പക്ഷെ അതുവരെ ഞാൻ കുടുംബം നോക്കണം.
അമ്മ പണിയെടുത്തിട്ട് വീടിന്റെ വാടക കൊടുക്കണം, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അവർക്ക് ഡ്രസ്സ് വാങ്ങണം. അവൻ ഓട്ടോ ഓടൽ തുടങ്ങിയപ്പോ പിന്നെ അവന് ഡ്രസ്സ് എടുക്കണം. ഷഡ്ഡി മാത്രം ഞാൻ എടുത്തു കൊടുത്തായി. ഗൈസ്, കേരളത്തിലെ നമ്പർ 1 വ്ലോഗർ ആയിട്ടുള്ള മല്ലു ഫാമിലിയിലെ സുനിഞ്ഞാട്ടിന് ഷഡ്ഡി വാങ്ങിച്ചു കൊടുക്കുന്നത് ചേട്ടന്റെ അമ്മയാണ്. അളവറിയില്ല. അത് അന്ന്. ഇപ്പൊക്കെ ഞാൻ അടിപൊളിയായിട്ട് എടുക്കും. അതിനകത്ത് ഞാൻ എടുക്കില്ല. ഇപ്പൊ എന്താ തന്നെ മേടിക്കും. ഇപ്പൊക്കെ അമ്മേനെ ഞാൻ വിളിച്ച് വരുത്തി കൊണ്ടുപോണത് സൂചി വെക്കാന്. പനി വന്നാ കൊണ്ടുപോകും. ആശുപത്രിക്ക് ഞാൻ ഇപ്പൊ ടാറ്റോ അടിച്ചു. അതൊക്കെ അടിക്കുമ്പോ അത് അമ്മല്ല, എനിക്ക് അടിക്കാൻ നല്ല കമ്പണ്ണു. പക്ഷെ അത് അമ്മലാണ് പറ്റൂല. സൂചി ഒരു പനിയൊന്ന് സൂചിയൊക്കെ നമ്മള് നാണം കെടുത്തും. ഞാൻ അതുകൊണ്ട് പോവാറില്ല ഏട്ടൻ്റെ കൂടെ. നാണം കെടുത്തും എന്റെ കാലുമ്പോ ഇവര് നാളൊക്കെ പാടെ ഈ സാധനം വെച്ചു, രോമ വളർത്തുന്ന സാധനം. എന്തായാലും പേര് മറ്റേ സ്ട്രിപ്പ്. പല്ലേ ഞാൻ ചത്തുണ്ടോ അവിടെ. ഞങ്ങളൊക്കെ എത്ര വേദന സഹിച്ചിട്ട് എങ്ങനെ മുട്ട ഞാൻ കരഞ്ഞു. ആ വീഡിയോ അതെ വീഡിയോ നമ്മള് ആ വീഡിയോ 15 മില്യൺ എത്രയാണ് വ്യൂസ്. അത് മില്യൺ അടിച്ചില്ല നിന്നെയൊക്കെ ശരിയാക്കി തരാൻ. വെള്ളമൊക്കെ പേടിച്ചിട്ട് നല്ല വേദന. അവനെ ഡോക്ടറേറ്റേക്ക് പോയിട്ടുള്ളതേ അവന്റെ 30 വയസ്സിൽ ഒറ്റ പ്രാവശ്യം ഒറ്റയ്ക്ക് പോയിട്ടുള്ളത്. ഞാൻ ഇല്ലാതെ പോയത്. മലയ്ക്ക് മാലട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പനി വന്നു. അപ്പൊ അമ്മ അന്ന് ഇങ്ങനെ ഡേറ്റ് ആയിട്ട് മാറിയിരിക്കുക. അപ്പൊ അന്ന് അമ്മല്ല അമ്മ കരഞ്ഞു പൊളിക്കായിരുന്നു. പക്ഷെ അവന്റെ ഏട്ടന്മാരൊക്കെ പടന്നെ കൊണ്ടുപോയിട്ട് ഞാൻ മാലട്ടിരുന്നല്ലേ, ഏട്ടന്മാരൊക്കെ പോകേണ്ട വെച്ചു. എനിക്ക് സൂചിയൊക്കെ ഭയങ്കര കൊറോണ സൂചിയൊക്കെ എടുക്കാൻ പോയപ്പോ അവര് പറഞ്ഞു അതിന്റെ ഉള്ളിൽ ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ പറഞ്ഞു. എന്ത് ഞാൻ പറഞ്ഞു അമ്മനെ പറ്റില്ലായിരുന്നു. ആദ്യത്തെ വട്ടം പോയപ്പോ രണ്ടാമത്തെ അമ്മ. അയ്യോ എനിക്ക് അവിടെ എനിക്കിപ്പോ നാളെ എന്തോ രസം ഉണ്ടായില്ലേ, അതിനൊരു ബ്ലഡ് എടുക്കാൻ പോയി. ഞങ്ങൾ പ്രാർത്ഥിക്കും ഈശ്വരൻ എന്നെ അറിയുന്ന ആൾക്കാരൊന്നും അവല്ലേ അവിടെ ആ നേഴ്സുമാർക്കൊക്കെ എന്നെ അറിയാം. ഞങ്ങളിവിടെ അതിന്റെ ഇവിടെ കടിച്ചു ഇവിടെ. അതിപ്പോ അതായി എന്റെ ദൈവം എന്റെ എല്ലായിടത്തും കൂടി സൂചി വെച്ചു. ആ ഡോക്ടറേറ്റേക്ക് പോവാൻ ഞങ്ങൾ പനിയായാലേ അവിടെ ചെന്നാൽ ഇവന്റെ അത്ര പ്രായമുള്ള ഒരു എന്താ പയ്യനാണ് സൂചിയൊക്കെ വെക്കുന്നത്. അവൻ ചോദിക്കേ സൂചി പിടിച്ച് ഇങ്ങനെ നിൽക്കും, ഇതൊന്നും വെക്കാൻ പറ്റുമെന്ന്. അരമണിക്കൂറൊക്കെ അവനെ പട്ടം തിരിപ്പിക്കും. സാധനങ്ങൾ ആക്കില്ല തുള്ളി പോവില്ലേ, എനിക്ക് പടച്ചിലാണ്. അതൊരു കമ്പി കഷ്ണം ഇറക്കല്ലേ. ഇവരെ കൊണ്ട് ഇവര് ചിരിക്കില്ല. ചെക്കന്മാർ ഇവരൊന്നും കൊണ്ടുപോയില്ല. അമ്മല്ലേ അപ്പൊ നമ്മളങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കും. ഇപ്പൊ ടാറ്റോ അടിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അമ്മ എടുത്തു വേണം. സൂചി വയ്ക്കുമ്പോൾ അവർക്ക് വേദന, മറ്റുള്ളവർക്ക് വേദന ഒന്നുമില്ല. എന്റെ ഒരു തവണ ഞാൻ എന്റെ കൈയിന്റെ വിരൽ ഇവിടെ മുറിഞ്ഞു കുപ്പിച്ചിൽ തട്ടിയിട്ടേ. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി തുന്നണം പറഞ്ഞിട്ടേ. ഇവനുണ്ട് മറ്റോളുണ്ട്. അന്ന് അവളെ കല്യാണം കെട്ടി കേട്ടോ. എന്റെ തലയ്ക്കും പാട്ട് നിന്നിട്ട് ഇവർ രണ്ടാളും കടകടേന്ന് ചിരിക്കുക. ഡോക്ടറെ പിടിച്ച് പുറത്തേക്ക് ഇവരേനെ. അതെ ഓള് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വെറുതെ ഇപ്പൊ ഒരാൾ ഇരിക്കേണ്ടത് ഞാനോട് ഇങ്ങനെ നോക്കി അപ്പൊ ചിരിക്കും. ഞാനോട് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കും. അവർക്ക് ചിലപ്പോ കാരണം കിട്ടണമെന്നില്ല, ഒരാളിങ്ങനെ അങ്ങനെ ചിരിക്കും. അപ്പൊ നമ്മുടെ കൈ കണ്ടപ്പോ പറയാ ആൾക്കാർ വെച്ചാൽ ഞാൻ ചിലപ്പോ ഇങ്ങനെ ഓരോന്ന് കാട്ടിപ്പിടുമ്പോ ആൾക്കാർ വെച്ചാന്ന് വെച്ചിട്ടാ ഞാൻ വീഡിയോക്ക് വേണ്ടി കാണിക്കാണെന്ന്. അങ്ങനെ ശരിക്കും പേടിയാണ് എത്ര വർഷങ്ങളായിട്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ ആന്റി, ഇവര് തമ്മിൽ നാത്തൂമ്പോരുണ്ടായിരുന്നോ? ഒട്ടുമില്ല. അമ്മായിമ്മ പോരുണ്ടായിട്ടോ? ഇല്ല അങ്ങനത്തെ പ്രശ്നം. ഇപ്പൊ ഞാൻ ഏറ്റവും ഇതാക്കി വെച്ചിരുന്ന കാര്യം എന്താ അറിയോ, മറ്റേ ഇവര് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവണേ ഞാൻ ശ്രദ്ധിച്ചിടത്തോളം മറ്റേ കല്യാണം കഴിച്ച വീട്ടിലുള്ള പെങ്ങളും, അതായത് ഏട്ടന്റെ ഭാര്യ അനിയന്റെ ഭാര്യ, അവരാണ് പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓട്ടോ ഓടിക്കുമ്പോൾ അന്ന് തൊട്ടിട്ട് അങ്ങനെ വെച്ചിട്ട് ഇന്റെ അടുത്ത് ഇവിടെ പ്രശ്നം ഉണ്ടായാലും അവരാണ് തെറ്റരുത്. അത് ഞാൻ അന്ന് നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇനിയിപ്പോ ഞാൻ ഇവൾക്ക് എന്ത് സാധനം അപ്പൊ ഓൾക്ക് വാങ്ങും. ഓക്കെ, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. നാത്തുമ്പോര് ഒഴിവാക്കാനായി ആണുങ്ങൾ ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 3 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറയാം. ഭാര്യക്ക് വാങ്ങുന്ന പോലെ തന്നെ പെങ്ങൾക്കും വാങ്ങണം. അത് ചിലപ്പോ പെങ്ങൾ പറയുന്നുണ്ടായിരിക്കില്ല ഏട്ടാ എനിക്ക് വാങ്ങണമെന്ന് പറയില്ല, പക്ഷെ നമ്മളത് കണ്ടറിഞ്ഞ് വാങ്ങണം. അത് കഴിഞ്ഞപ്പോ അവൾക്ക് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഇവൾക്ക് വാങ്ങരുത്. രണ്ടുപേർക്കും പൈസ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച് കറക്കാൻ തരും. ചിലപ്പോ അവള് പറയില്ല ഏട്ടാ എനിക്ക് വേണ്ടാന്ന് ചിലപ്പോ പറയും, പക്ഷെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പൊ അങ്ങനെ കിടക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് പറയുന്നത്. ഞാൻ വാങ്ങിച്ചായിരുന്നില്ല, ഇവള് വന്ന സമയത്തൊന്നും വീട്ടിലേക്ക് പോയിരുന്നില്ലല്ലോ കുറച്ച് സമയത്തേക്ക്, 1 വർഷത്തോളം. അപ്പൊ അവൾക്ക് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇവൾക്കും വാങ്ങും, അല്ലെങ്കിൽ പിന്നെ രണ്ടാക്കും വാങ്ങില്ല. ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വിളിക്കുകയാണെങ്കിൽ പോലും കൂടി അത് ഇവരാൾ ഒരുമിച്ചേ വിളിക്കുള്ളൂ. ചേച്ചിക്ക് എന്താ വേണ്ട, പിന്നെ ഡ്രസ്സ് എടുക്കാനൊക്കെ എന്തെങ്കിലും കടയ്ക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആയിരുന്ന ഒരു പൈസ എന്റെ മനസ്സിൽ റെഡിയാക്കി വെക്കും. ഞാൻ എന്നിട്ട് രണ്ടാളെയും കൊണ്ടുപോകും.
അപ്പൊ അവള് എറണാകുളത്തെ പഠിക്കുകയും ചെയ്തിരുന്നാണ് ആദ്യം. അപ്പൊ അവിടേക്ക് പോകുമ്പോ എന്തെടുക്കുമ്പോ അത് വെളുക്കുമ്പോൾ ചേർത്ത് വാങ്ങും ഞാൻ. പിന്നെ പുറത്തേക്ക് രാത്രി എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 ആളും പാടെ പോകും. ട്രിപ്പിൾ വെച്ചിട്ട് പോകും. ഞാൻ ഒരാളെ ഒറ്റയ്ക്ക് ഇരുത്തില്ല. കാരണം ഇപ്പൊ ഇന്റെ അടുത്ത് ഇവിടെ തെറ്റിയാലും ഇന്റെ പെങ്ങളുടെ തെറ്റിയാലും ഇവരെന്തെങ്കിലും തെറ്റരുത് ഞാൻ ശ്രദ്ധിക്കും എപ്പോഴും. കാരണം ആ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ കമന്റ് ആയിരുന്നു. അവരെ അങ്ങനെ മെയിൻ സുജിനെ കൊണ്ടുപോകുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഡിഫറൻസ് ഇല്ലല്ലോ, ഞങ്ങൾ രണ്ടാളും ആകെ 3 ഇവര് തമ്മിൽ എന്തെങ്കിലും തെറ്റിയാലും അവളെ ഇവരെ രണ്ടാളേലും ഒന്നാക്കും. അപ്പൊ ഞാനും ഓളും തെറ്റിയ പോലും കൂടി ഇവരാരും ഇടപെടാൻ പാടില്ല. അത് ഞങ്ങൾ പറയും. കാരണം ഇപ്പൊ ഞാനും പെങ്ങളും കൂടെ ചിലപ്പോ വാക്കുകാർക്കും അടിക്കുണ്ടാവും. ഇപ്പോഴും അടി ഉണ്ടാവും. രണ്ടാളും പറയും. അപ്പൊ ഓളും പറയും അത് ഏട്ടൻ അനീതമ്പഴ തീർക്കും ഇടപെടണ്ടാന്ന്. ഞാനും പറയും പൊന്നുച്ചത്തുള്ളി പറയും. ഇപ്പൊ ഞാനും ഓളുമ്പഴ അടി ഉണ്ടാകുമ്പോ ഇടപെടണ്ട പറയും. ഇനിയിപ്പോ ഞാനും ചേച്ചി തമ്മിൽ ഉണ്ടായ അത് ആരും അറിയില്ല. ആരും അറിയില്ല. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സ്റ്റോറി ഇട്ട് കാണിച്ചു. ഇല്ല കേട്ടോ, അത് ഭർത്താക്കന്മാരുടെ അടിയിടാവും. പക്ഷെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഒരു സംഗതി ഉണ്ട്. നമുക്ക് ഷെയർ ഓൺലി ആരെ കാണിച്ചാൽ നമുക്ക് അത് ഇട്ടാ മതി. ഇവളാണ് എന്റെ ഏട്ടൻ എന്നെ അങ്ങനെ ആക്കി പോയി. അത് അത് നമ്മുടെ എന്തെങ്കിലും മെന്റലി ഡൗൺ ആയിട്ടിരിക്കുമ്പോഴാവും ആ ഒരു സിറ്റുവേഷന് കറക്റ്റ് ആയിട്ടുള്ള അതെന്തിനാണ് അതൊരു അത് നമ്മൾ ഉദ്ദേശിച്ച അത് നാളെ മാത്രം ഇട്ടുകൊടുത്ത പോരെ. അതിപ്പോഴും മറ്റോളും ചെയ്യും. പക്ഷെ അത് ഞങ്ങള് വർക്കിടുമ്പോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണം. അമ്മ അച്ഛൻ കാണാൻ വേണ്ടി ഇടും. പഠിക്കോയില്ലേ വന്നോ കാര്യം അച്ഛൻ കാണുന്നു. ആന്റിക്ക് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ മിസ് ചെയ്യാറുണ്ടോ? എനിക്കല്ല എന്റെ മരിയോൾക്ക് മിസ് ചെയ്യാറ്. അച്ഛനും നല്ല ഇഷ്ടമാണ്. അതല്ല, അതുകൊണ്ടല്ല. ഞാനിപ്പം അച്ഛൻ അച്ഛമ്മ അങ്ങനെയുള്ള ഒരു ഫാമിലിന്ന് വന്നത്. അപ്പം എനിക്ക് പിള്ളേർക്ക് ഇവിടെ അച്ഛൻ വേണമെന്നൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹമല്ലേ. അവർക്ക് അച്ഛൻ അവിടെ ഇവര് അച്ഛനെ കാണുന്ന എന്റെ അച്ഛൻ അവിടെ നിന്ന് വരും മാത്രം. അവിടെ അച്ഛാന്ന് വിളിക്കുമ്പോ ഉമ്മയ്ക്ക് അവിടെ ആളുണ്ട്. ഇവിടെ അച്ഛാന്ന് വിളിച്ചാൽ പിടിച്ച് തല്ലിയാണ്. അല്ല, അപ്പൊ അതൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അച്ഛൻ ഇവിടെ വേണം. ഒരു അച്ഛനുള്ള ഒരു വീട് ഒരു പ്രത്യേക വൈബല്ലേ. അപ്പൊ എനിക്ക് വേണമെന്നിങ്ങനെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അച്ഛൻ അച്ഛമ്മ വേണം അച്ഛൻ വേണം ആഗ്രഹം ആരുള്ളൂ. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പൊ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല അച്ഛാന്ന് വിളിക്കാൻ. എന്നിട്ട് അച്ഛൻ ചേച്ചി തോന്നിയിട്ടുണ്ട് അച്ഛൻ. എനിക്ക് പക്ഷെ ഞാൻ അമ്മ കുട്ടിയാണ് സത്യത്തില്. കാരണം ഞാൻ എവിടേക്ക് പോവേ അങ്ങനെ ഇതാക്കൊന്നുമില്ല. ഞാൻ എപ്പോഴും അമ്മടപ്പാണ്. ഇവൻ എവിടെയും പോയായിരുന്നില്ല. കുട്ടിയാകുമ്പോ അവള് പോയിട്ട് ചേച്ചിയോളോടെയും അനിയത്തിയോളോടൊക്കെ പോയി. പക്ഷെ ഇവൻ പോവില്ല, എവിടെയും പോവില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചോണ്ടിരുന്നപ്പോ പറയായിരുന്നു ചേട്ടൻ കുടിക്കില്ല വലിക്കില്ല. ചേട്ടൻ പറയുന്ന പാൻ പോലും ടേസ്റ്റ് ചെയ്തിട്ടില്ല പറയായിരുന്നു. എനിക്ക് തോന്നുന്നു അത്രയും ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് കണ്ടതുകൊണ്ട് പാല് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലുതായിട്ട് അവൻ അത് രുചിച്ചു നോക്കാത്തോണ്ട് ആ പാലുമ്പിലാണ് നമ്മ വളർന്നുണ്ടായിരുന്നത്. പാക്കുള് കഴിക്കില്ല. അത് ശരി. അല്ല ഞാൻ പാല് കുടിക്കില്ല, മോര് കുടിക്കില്ല, ഇറച്ചി ബീഫ് ഒന്നും കഴിക്കില്ല. ഇവൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. ചിക്കൻ മാത്രം ഉള്ള കഴിക്കണേ. എന്തായാലും സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ ഒന്നും ഇല്ലാത്തത് അത്രയും ട്രോമറ്റൈസ്ഡ് സീരിയസ് ക്വസ്റ്റ്യൻ ഇവിടെ പാല് പറഞ്ഞാ ചിരിക്കരുത്. പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് മുട്ടൻ ചിരിയാ. പിന്നെ എങ്ങനെയാ ഡ്രസ്സിനോട് താല കെട്ടിരിക്കും. ഈ ചില ആൾക്കാര് ചിരിക്കാൻ കൂട്ടുകാരുണ്ട് അൻഷാദ്. അതുപോലെ ചിരിക്കണോ ചേച്ചി? ചേച്ചി കണ്ണു നടക്കും. എന്തിനാ ചിരിക്കണം കണ്ണടച്ച് ഇങ്ങനെ ചിരിക്കും. ഞാൻ കേക്കട്ടെ, പൊന്നു ചിരിക്കണോ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ഭ്രാന്ത് ആ വീട്ടിലെ ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുന്ന ഒരാള്. വിഷ്ണുണ്ണൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചിരി കൊടുക്കാതെ തന്നെ വിളിക്കാം. കാരണം ഞാൻ കുടുങ്ങി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി ചിരിക്കും. അങ്ങനെയാണ് വിഷ്ണുണ്ണൊക്കെ അവരെ ബർത്ത്ഡേ വിഷ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചിരി കൊടുക്കി മറ്റേ പിറന്നാൾ ആശംസകൾ അങ്ങനെ എഴുതി അയച്ചു കൊടുക്കും. കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂടായി. ഏതോ ഫോട്ടോ നല്ല ഇട്ടിട്ടാണ് ഞാൻ അയച്ചെന്നില്ലേ? അത് എപ്പോ ഫോട്ടോ? അത് ചേച്ചിയാണ്, ഞാൻ ചേച്ചിയല്ല, ഞാൻ എഴുതിണ്ടാക്കി. അങ്ങനെ ഇവിടെ ഒക്കെ അത് റെഡിയാക്കി വെക്കും. ഏട്ടാ ഇങ്ങനെ തന്നെ എഴുതി വെക്കണ്ടോ? അല്ല, ഡേട്ടന്റെ ബർത്ത്ഡേ മറന്നു ഇപ്രാവശ്യം. പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ പറയും? എങ്ങനെ മറക്കാക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാല്?
ഓക്കെ, എന്നാ ഒരു ടാസ്ക് തരാം. പൊന്നു ചേച്ചി ചൂടാവണത് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കോ ചേട്ടാ? അത് സിമ്പിളാ, മടലെടുത്തിട്ട് വാ. അങ്ങനല്ല, ഓള് പെട്ടെന്ന് ദേഷ്യപ്പെടാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഏട്ടാ ആ അതിന് അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. ഏട്ടാ എന്താ കാണിക്കുന്നത് അവ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ലേ, ആ ഒരു രീതിക്ക് സംസാരിക്കുള്ളൂ. ഞാനിപ്പോ ഇങ്ങനെ മുണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഞാൻ ആദ്യം രണ്ടു വട്ടം പറയും മുണ്ടാരിക്കടിയും അങ്ങനെയൊക്കെ പറയും. അല്ല എനിക്കേ പിന്നെ ഉറക്കത്തിനെ കുറിച്ച് കഴിഞ്ഞാൽ ഞാൻ കാലോട്ടൊക്കെ ചവിട്ടും. നിങ്ങൾ പാട്ടില്ല എന്നെ ഉറക്കത്തിൽ വിളിക്കരുത്. ഇപ്പൊ നാളെ ഇതുപോലെ ഞാൻ പറയാം, പെണ്ണ് ഞാൻ വരുന്നൊരു ഉറങ്ങുന്നില്ല. അപ്പൊ ഞങ്ങൾ കിടക്കാം. അപ്പൊ ചെക്കൻ മറ്റേ അമ്മത്തെ കിടക്കുക ഇവള്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുമ്പോ പാട്ടൊക്കെ രാത്രി പെണ്ണ് ഞാൻ പാടുന്ന പാട്ടൊക്കെ സ്പീക്കറിൽ പാട്ടൊക്കെ റൂമിൽ തന്നെ ഇരിക്കുക. പാട്ടിലേക്ക് അപ്പുറത്തെ റൂമിൽ പോയി കിടന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അനക്ക് പറ്റില്ല, ഞാനും പോയി നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. അമ്മ പോ അമ്മ ഞാൻ പറഞ്ഞു ഈ അപ്പുറത്ത് പോയി കിടന്നു. ഞാൻ പോവാനുണ്ട്, ഇവള് പുതപ്പൊക്കെ എടുത്ത് അപ്പുറത്തെ റൂമിൽ പോയി. ഞാനും അവളും പാടെ പിന്നെ സുഖമായിട്ട് പാട്ടൊക്കെ കടന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഓൾ ഇങ്ങോട്ട് വരുന്നു. പാട്ടൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തപ്പോ ഞാൻ എന്തേ എന്നെ തോപ്പട്ടോ അതിന് ഞാൻ പറഞ്ഞു. ഇവരിങ്ങനെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ കലവില വർത്താനം. ഞാൻ ഇവള് കുഞ്ഞോളും അങ്ങനെ, പക്ഷെ ഞങ്ങളെ കൂടുതൽ പെടാത്തത് ഞങ്ങൾ ഒരാൾ നിർത്തി അടുത്ത ഞങ്ങളെ ഇതിന് പോയിരുന്നോ. പക്ഷെ ഇഷ്ടമാണ്, ഞാനും അപ്പൊ ഞാനൊക്കെ ഉള്ളപ്പോ നന്നായിട്ട് സംസാരിച്ച് കളിച്ചിരിക്കും ഞങ്ങള്. അതുപോലെ ഇപ്പൊ ഞങ്ങള് പോത്തീസ് പോയി. അപ്പൊ അളിയനാണ് പെങ്ങളെ വീട് എടുത്തിരിക്കണു, ഇവളെ വീഡിയോ വേറെ കൂടെ എടുത്തിരിക്കണു. അപ്പൊ എനിക്ക് ഇവര് നടക്കുമ്പോ ടെൻഷന്, ടീച്ചർ ഇപ്പൊ എന്തെങ്കിലും ഇവര് കൊളാക്കും. ഇവര് ഫസ്റ്റ് ടൈമാണ് അതങ്ങനെ നടന്നു പോണ, എന്താ പറയാ അപ്പൊ എനിക്ക് ടെൻഷന്. അളിയും കൂളായിട്ടിരിക്കണ്ട്, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു പെട്ടെന്ന് എന്താ പറയാ അവർ അളിയന്. പക്ഷെ അങ്ങനത്തെ ഇതൊന്നും ഇല്ല, എന്ത് കോമഡി പെട്ടെന്ന് പറയാ. പക്ഷെ ചിലതൊക്കെ ടക്കെ നടിക്കും. എന്താ എനിക്കറിയില്ല. ഞാനൊരു വട്ടം അങ്ങനെ ഇതിന് പോയി, ഇവിടെ ഇങ്ങനെ വിളിച്ചു. എന്റെ പള്ളി ഞാൻ ചിരിച്ചിട്ട് ഊപ്പട ഇന്ന പറഞ്ഞു നടുവ് കൂടെ പോയിട്ട് അവിടെ നിന്നാ മതി. പോവാൻ വഴി എനിക്ക് ഭയങ്കര പേടിയാ. അത് ഞാൻ ഫുള്ള് ലൈറ്റും ക്യാമറ ഒക്കെ ലുലുല നടക്കണേ, അതിൽ ലൈറ്റും ഇതൊക്കെ എന്റെ മുഖത്തേക്ക് അടിക്കണോ. ആരും കാണാൻ പറ്റില്ലല്ലോ ഫ്രണ്ടില്, ഞാനങ്ങനെ പോയി നിന്നു. എന്നോട് ചിരിക്കരുത്, നോർമലായിട്ട് പോയി നിക്കണം എന്ന് പറഞ്ഞു. ആരും കാണല്ലേ. ഞാനപ്പോ അങ്ങനെ തിരിഞ്ഞു നോക്കി. അപ്പൊ ആൾക്കാരെ ബാഗ് കൊണ്ട് കാണാൻ ബാഗിലുണ്ടല്ലോ അല്ലേ. അയ്യോ, കാര്യം എന്തൊക്കെ പറഞ്ഞാലും സാധാരണ എല്ലാരും പഠിത്തം കഴിഞ്ഞ് കല്യാണം കഴിക്കുകയാണ് ചെയ്യുക. ഇവിടെ പൊൻചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ച് ഇപ്പൊ ഒരു മോണ്ടിസോറി ടീച്ചർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ, കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളായി, പഠിത്തം കഴിഞ്ഞു, ടീച്ചറായി, എല്ലാം. ഒറ്റ കണ്ടന്റുമേ ഒരു 10 വീഡിയോ എടുത്തിട്ടുണ്ടാവും ഞാൻ. ആൾക്കാരെ വെച്ചാൽ ഫുള്ള് പ്രൊമോഷൻ. സത്യത്തിൽ പ്രൊമോഷനും കാര്യമൊന്നുമല്ല, വളരെ ശരിക്കും പോയി ഇതായി തന്നെയാണ്. പക്ഷെ അവൾ അതിന്റെ പാതിക്ക് വെച്ചിട്ടാണ് ചേർന്നത്. അപ്പൊ അതിലുണ്ടായ ഒരു സംഗതിയാണ് അത്. പറയൂ ഭർത്താവിന്റെ ഒരു സപ്പോർട്ടിനെ പറ്റി, അമ്മയമ്മയുടെ സപ്പോർട്ടിനെ പറ്റി. അവളെ അച്ഛൻ തന്നെ ആയിരുന്നു അതിനുള്ള അല്ല ഏട്ടനോട് ഞാൻ വന്നപ്പോ തന്നെ ഏറ്റവും ആഗ്രഹമായിരുന്നു ഡിഗ്രി എടുക്കണം എന്നുള്ളൊരു ഇത്. അപ്പൊ ഇവിടെ ഞാൻ അവിടുന്ന് കൂടുന്നപ്പോ തന്നെ ഞാൻ ഇവിടുന്ന് പഠനമായിരുന്നു, വീട്ടിലിരിക്കുന്നു വേണ്ട പഠിക്കാൻ അതിനുള്ള എന്താ വെച്ചാൽ ചെയ്താൽ പൊക്കുന്നു തുടങ്ങാന്നു. പക്ഷെ ആ സമയത്തല്ലേ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോളൊരു മടി, ആ ഒരു മടി കാരണം ആ ടൈമിൽ പോയില്ല. പിന്നെ ഇപ്പൊ അങ്ങനെ ഇരുന്നപ്പോ തോന്നി നമ്മളിങ്ങനെ പഠിക്കാതിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, പക്ഷെ പഠിക്കണം. പിന്നെ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ പിന്നെ കുട്ടികളൊന്നും ഇതാണ്. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ സ്കൂൾ വിട്ടിട്ട് വരുമ്പോ എന്റെ വീട് എപ്പോഴും പൂട്ടിയിട്ടാണ് ഞാൻ കണ്ടത്. കാരണം വൈകുന്നേരത്ത് വരുമ്പോ ചായ ഉണ്ടായിരിക്കില്ല, എടുത്തരാൻ ആളുണ്ടായിരിക്കില്ല, കാരണം അമ്മ പണിക്കൊണ്ടായിരിക്കും. വൈകുന്നേരത്ത് ഞാനൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് എന്റെ ഒക്കെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 മുറ്റം ഞാൻ അടിക്കണം, 2 മുറ്റം എന്റെ പെങ്ങളടിക്കണം, 2 കുടം വെള്ളം ഞാൻ കൊണ്ടുവരണം, 2 കുടം വെള്ളം ഓള് കൊണ്ടണം. പിന്നെ അതായത് കിണറിന്ന് ഇങ്ങനെയല്ല അയക്ക് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കണം കിണറിന്ന്. അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇതായത്. കാരണം സ്കൂൾ ഇപ്പൊ എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഞാൻ ശ്രദ്ധിക്കും, സ്കൂളിൽ വരുമ്പോഴത്തേന് ഉമ്മമാര് ചായയും അതും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കണ്ടതാണ്. അപ്പൊ എനിക്ക് നിർബന്ധം എന്റെ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും അതുള്ള കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായി. സന്തോഷം. സത്യം അത് സമ്മതിച്ചു തന്നേ പറ്റുള്ളൂ. ഇപ്പം ഒരു ഫാമിലി മാനേജ് ചെയ്യാനുണ്ട്, കുട്ടികളുണ്ട്, അതിന്റെ ഇടയിലൊക്കെ പഠിച്ച്
യു നോ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്തല്ലോ, അതിൽ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു അല്ല അതുപോലെ ടീച്ചേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള മോട്ടിവേഷൻ ഒന്നും ചെറുതല്ല, എല്ലാവരും എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എന്റെ ജോലി കിട്ടാൻ വേണ്ടിട്ടൊക്കെ സ്കൂളിൽ വിളിക്കില്ലേ, പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ഇനി ഉമ്മോളും കൂടി ഒന്ന് ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് എനിക്ക് അയ്യടി പോലെ അല്ല, എനിക്ക് അച്ഛൻ്റെ ആഗ്രഹം ഞാനൊരു ഡിഗ്രി എടുക്കണം എന്നാണ്. അപ്പൊ എനിക്ക് അത് എങ്ങനെയും ആ ഒരു ആഗ്രഹം നിറവേറ്റണമെന്നുണ്ട്. അതിങ്ങനെ മനസ്സിലായി കല്യാണം കഴിയുമ്പോൾ ഡിഗ്രി പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇല്ല. അപ്പൊ എനിക്കത് എടുക്കണം എന്നുണ്ട്. അത് ഇങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് എങ്ങനെയായാലും ഞാൻ അത് എടുക്കും. എടുക്കണം. അപ്പൊ ആന്റി വീട് പണി നടന്നു? 7 വരെ പഠിച്ചിട്ടുള്ളൂ. അതല്ല ചോദിക്കാൻ വിചാരിച്ചു. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞാണ് വന്നല്ലോ രണ്ടുപേരും. അപ്പം ആന്റി വീട് പണി കഴിഞ്ഞു, മകളെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്നുള്ള ആ ഒരു ആഗ്രഹം കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മുടെ ഒരു ബ്രൗൺ പേരൻസ്, ഇന്ത്യൻ പാരൻസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, വീട് പണി, മക്കളെ കല്യാണം ഒക്കെയാണ്. ഇനി എന്താണ് അടുത്ത ഒരു വലിയ സ്വപ്നം മനസ്സിലുള്ളത്? പിന്നെ സീരിയലുകൾ പരസ്യമില്ലാതെ കാണണം. അത് ഹോട്ട്സ്റ്റാറിൽ ഞാൻ എല്ലാം എടുത്തു. ഹോട്ട്സ്റ്റാർ, C5, സൺ നെക്സ്റ്റ്, മനോരമ മാക്സ്. ഇപ്പൊ TV കാണണം അമ്മ. അപ്പൊ സീരിയല് കാണണം. അപ്പൊ ജസ്റ്റ് ഒന്ന് മനോരമയ്ക്ക് മാറ്റുമ്പോ അവിടെ അയച്ച അപ്പൊ എടുക്കും. ഇതിൽ ഫോൺ കാണും, ആ കണ്ട തന്നെ. അപ്പൊ എന്തുണ്ടായി, അത്രയും മഴ അഡിക്റ്റ് അല്ലേ അമ്മ. വൈകുന്നേരത്തെ ഒരു 7-6 മണിക്ക് തുടങ്ങിയ രാത്രി 12 ഞാൻ 2 മണിക്ക് വരും. 1 മണി 2 മണിക്ക് ഞാൻ വീട്ടിൽ വരാറുണ്ട്. ഫോൺ അപ്പൊ എന്താ കണ്ട സീരിയലിനെ കണ്ടിരിക്കണേ. ഒരു ചാനലിൽ മാത്രല്ലേ സീരിയൽ, എത്ര ചാനലിൽ സീരിയൽ നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണം അല്ലേ ആന്റി? ഞാൻ കാണും. ഏഷ്യാനെറ്റിലൊക്കെ ഇരുന്ന് ഫോണ് കാണും, സ്വീകരണത്തിൽ ഇരുന്ന് TV കാണും. അതെന്റെ പണി. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഞാൻ. കാരണം ഒരു സമയത്ത് അല്ലാതെ എന്താ പണി, രാവിലെ ഒക്കെ നേരത്തെ പണി ഒരുങ്ങും, പിന്നെ ഉച്ചരിഞ്ഞ ഒരു പണി. സ്കൂളിൽ പോകുന്നോണ്ട് 9 മണിയാകുമ്പോൾ പണികളൊക്കെ കഴിയും. പണ്ട് ഇപ്പൊ അമ്മക്ക് സീരിയൽ ആകെ ഒരു പണ്ട് കൈരളി TV വെളുത്ത കത്രീന എന്ന് പറഞ്ഞ സീരിയൽ നടന്നു. അമ്മ അതുപോലെ പണി മാറ്റിയിട്ട് ഇതുപോലെ 5:30-6 മണിക്ക് വരും. 7 മണിക്കുള്ള സീരിയൽ നടന്നത്. ആ സീരിയൽ കാണാൻ വേഗം വരും. ആ സീരിയൽ 8 മണിക്ക് കഴിഞ്ഞ് വേഗം വീട്ടിൽ വന്ന് കടന്നുറങ്ങിയ രാവിലെ 6:00 എണീച്ച് പണിക്ക് പോകും. അങ്ങനെയാണ് അതൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പൊ നമ്മ അള്ളി വെച്ച് സീരിയല് കാണുന്നു. ഇപ്പൊ ഏത് സീരിയൽ കഥ എടുത്തുകൂടെ തിന്നാനുള്ള സാധനങ്ങള് തിന്നുക, കടക്കുക, സീരിയല് കാണുക അല്ലേ. പണ്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു ലൈഫാണോ ആന്റി ഇപ്പൊ നയിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല ഇങ്ങനത്തെ ഒരു ലൈഫ് ഒന്നും. എന്താ അങ്ങനത്തെ ജീവിതം കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു വണ്ടിയോ ഒന്നും ഒരു ഐഫോൺ പോലും എന്നോടൊന്നും എടുക്കാൻ പറ്റും ഞാൻ സ്വപ്നം വിചാരിച്ചിട്ടില്ല. പക്ഷെ ഇത് എന്തോ ദൈവം തന്നെ. ഞാൻ എങ്ങനെ ആലോചിച്ചിരുന്നേ, എല്ലാരും ഇങ്ങനെ ഓരോന്ന് ഗൾഫിൽ പോകണു, എന്റെ കൂട്ടുകാരന്മാരൊക്കെ ഗൾഫിൽ പോകണു, സെറ്റാണ്. എനിക്ക് മാത്രം വിസ കിട്ടണമെന്നില്ല. അപ്പൊ എല്ലാരും പറഞ്ഞോട് പാസ്പോർട്ട് എടുക്കുക. ഞാൻ 9 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ പാസ്പോർട്ട് എടുക്കപ്പോ പാസ്പോർട്ട് എടുത്തപ്പോ പറഞ്ഞു എമിഗ്രേഷൻ അടിക്കാൻ 10 വേണം. ഞാൻ 10 എഴുതി എടുത്തു. 10 എഴുതിയിട്ട് എമിഗ്രേഷൻ അടിച്ചപ്പോ വിസ അല്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എല്ലാരും ഇങ്ങനെ കൂട്ടുപോലെ പറയുന്ന ഞാൻ ഇങ്ങനെ ഈശ്വരൻ നന്നാവുണ്ടാവുക എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ പിന്നെ അങ്ങനെ നമ്മളൊരു പ്രതീക്ഷിക്കാത്തൊരു സംഗതിയാണ് പെട്ടെന്ന് യൂട്യൂബ് എന്നുള്ളത് വന്ന് ചേർന്ന് നമ്മളാണ് ഇതായത് കിട്ടിയത്. കൊള്ളാം. അതാണ് ആന്റി, നമുക്ക് പഠിത്തവും അതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഈശ്വരനൊന്നും വിധിച്ചിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിന്റെ നന്മ അനുസരിച്ചിട്ട് നമുക്കത് മനസ്സിലായി. ദൈവം എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരിക്കലും നല്ലൊരു സമയം ഉണ്ടാവും മനുഷ്യന് എന്നുള്ളത്. കുറെ കഷ്ടപ്പെടുമ്പോ ഒരു നല്ല കാലം ഉണ്ടാവും, നല്ല കാലം ഉണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം എന്താ? ഇനി എന്താണ് ഒരു നെക്സ്റ്റ് വലിയൊരു ആഗ്രഹം? ഒരു ഫ്ലൈറ്റ് യാത്ര? ദുബായിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ട് അമ്മയെ ഞാൻ അവിടെ കൊണ്ടുപോകും. ബാക്കിയല്ല അമ്മയ്ക്ക് വിമാനത്തിൽ കയറണമെന്നു. അപ്പൊ ഞാനൊന്ന് മണാലി പോയിട്ടുണ്ടാവും. പിന്നെ എന്റെ സുജിമോൾക്ക് ഒരു പെൺകുട്ടി വേണം. ഗുഡ് ലക്ക്. അപ്പൊ അമ്മയ്ക്ക് എന്നെ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ മണാലി പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ഞാൻ അവിടുന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നത്. അത് ആ വിമാനം നല്ല സംഗതി കഴിഞ്ഞല്ലോ. ഞാൻ ഗൾഫിൽ പോകില്ല, അത് കൊണ്ടുപോകും. സമയത്തല്ലോ. അതെ, ഉറപ്പായിട്ട് നടക്കട്ടെ. സമയം ഇങ്ങനെ കിടക്കല്ലേ. അപ്പൊ എന്തായാലും സുജിമോക്ക് പെൺകുട്ടി ഉണ്ടാവട്ടെ, ദുബായിൽ പോവാൻ പറ്റട്ടെ. ഈ ഒരു മല്ലു ഫാമിലി എന്നും ഇതേപോലെ സന്തോഷത്തോടെ പോട്ടെ. കിട്ടോ ഇവിടെ ഭയങ്കര ഗാമാണ് ഗൈസ്. അവനെന്താ വരച്ചെന്നൊന്ന് കാണിക്കോ, ക്യാമറയിൽ ഒന്ന് കാണിക്കോ? അച്ഛനോട് ചിത്രം വരച്ച് കാണിച്ചു കൊടുത്താ കാണിച്ചേ. ഒരു ചിത്രം വരച്ച് കാണിച്ചു കൊടുത്താ കാണിക്കില്ല.
വയ്യാന്ന്. ഓക്കെ, അപ്പം എന്തായാലും എനിക്കറിയില്ല, ഞാൻ കുറേ നാൾ ഇത്രയും ചിരിച്ച് മറിഞ്ഞിട്ടൊരു ഇന്റർവ്യൂ എടുത്തിട്ട് അത്രയും ഞാൻ ചെയ്യാം. എൻ്റെ പൊന്ന ആന്റി, ഇവരെ ഓരോ കുൽസിര കഥകളൊക്കെ ആന്റി ഒന്ന് കേൾക്കണായിരുന്നു. അല്ല, അമ്മ എപ്പോഴും പറയും ഇവര് പിള്ളേര് വലുതായിട്ട് വന്ന് ഇവരുടെ പ്രേമകഥയൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ. അപ്പം ചേട്ടാ, ആന്റി ആൻഡ് പൊന്നു ചേച്ചി, ഇത്രയും നേരം നമ്മളോട് ഒപ്പം ഇരുന്ന് സംസാരിച്ചതിൽ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. കാരണം ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്താണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നതെന്ന് ഈ ഒരു കോൺവെർസേഷനിലൂടെ മനസ്സിലായി. സോ താങ്ക് യു സോ മച്ച്. സുഗുണം പോകരുത്. അമ്മയുടെ ഒരു കോമഡി ഞാൻ പറഞ്ഞു പുതിയ പെട്ടെന്ന് ഇപ്പൊ എന്റെ കൂടെ പറയാൻ പോണ എന്താ എനിക്കറിയാം. പറഞ്ഞ കുട്ടികൾക്ക് അതെന്താന്നറിയോ? ഒന്നല്ല, ഇപ്പൊ എന്റെ കൂട്ടുകാരൻ അൻഷാണ്ട്. അപ്പൊ ഓന്റെ കുട്ടിയുടെ മറ്റേ ബർത്ത്ഡേക്ക് പോവാണ്. ഇല്ല, നമ്മക്ക് അറിയാണ്ടാണ് ബർത്ത്ഡേക്ക് പോവാ. അപ്പൊ അമ്മക്ക് ഇതുപോലെ പെങ്ങളാണ് മറ്റേ ക്രീം എന്തോ ഓർഡർ ചെയ്തിരുന്നു. അപ്പൊ അത് വീട്ടിലേക്ക് വന്നു. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു റെഡി ആകുമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ തോന്നുന്നു റെഡി ആയിട്ട് പുറത്തേക്ക്. അപ്പൊ ഇവളുടെ അടുത്ത് അമ്മ പറഞ്ഞു, അമ്മ മറ്റേ ക്രീമാന്ന് വിചാരിച്ചിട്ട് ഫേസ് വാഷ് എടുത്തിട്ട് മുഖത്ത് തേച്ചു. സൺസ്ക്രീമാന്ന് വെച്ചിട്ട് ഫേസ് വാഷ് മുഖത്ത് തേച്ചു. അതില് ഞാൻ റൂമിൽ അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. അതിന് അമ്മ വന്നിട്ട് മുന്നേ പറഞ്ഞു എന്തെങ്കിലും അതില് ഒട്ടെന്ന് വെച്ചു. അതില് വെള്ളമെടുത്ത് മുഖത്ത് നോക്കിയപ്പോ മുഖം മൊത്തം അല്ല, അമ്മനെ വിളിച്ചു റൂമിക്ക്. അപ്പൊ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കും. അമ്മ റൂമിൽ വിളിച്ചു. അപ്പൊ റൂമിൽ അമ്മ പറയും ഇതെന്ത് പൊന്നൂസം സൺസ്ക്രീന് പറ്റിയിട്ട് മുഖത്ത് കൂടെ പതയണം. അപ്പൊ അമ്മ ഏത് ക്രീമാ പറ്റില്ല. അപ്പൊ ഞാൻ എടുത്തേക്കപ്പോ അത് ഫേസ് വാഷ് ആയിരുന്നു. അതിലിപ്പോൾ ചിരിക്കാതെ റൂമിക്ക് വന്നപ്പോ എന്താ വെച്ചു ഒന്നുമില്ല പറഞ്ഞു. എന്താ വെച്ചു അതില അമ്മ ഫേസ് വാഷ് എടുത്ത് മുഖത്ത് വെച്ച് പറഞ്ഞു. എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവർക്കും വിളിച്ചു, ഇത് പറയാൻ വേണം. ആരും ഫോൺ എടുക്കുന്നില്ല. അളിയനെ ഞാൻ വിളിച്ചു. ഞാൻ അളിയനെ ആദ്യം വിളിച്ചു. അളിയനെ വിളിച്ചു, കുഞ്ഞു ആരും കൊടുക്കില്ല. അവസാനം ഞാൻ അളിയന്റെ സ്റ്റുഡിയോയിലെ പയ്യൻ ആനന്ദ് ഓടി വിളിച്ചു. കാരണം ഒന്ന് ഫോൺ കൊടുക്കില്ല. അളിയത് പറയണ്ടേക്ക് ശ്വാസം കൂടെ ചിരിച്ചിട്ട്. പിന്നെ അമ്മ അത് കുറെ ചിരിച്ചു വന്നെ. ആരും അറിയത്തില്ല, എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. ഓരെന്തേലും കേട്ടോ ഓന്റെ പെങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടേ ഒരു സുഖമില്ല. അപ്പൊ ആദ്യം വിളിച്ചത് അവളെ തന്നെയാണേ. അവളെ എവിടേക്ക് പോയെന്ന് പറഞ്ഞാ അതുകൊണ്ട് എടുത്തില്ല. ചേച്ചി ചിരിച്ചില്ല. അവള് ചീത്ത പറഞ്ഞു. അല്ല, ഞാനും ചിരിച്ചില്ല. പക്ഷെ ഏട്ടൻ ചിരിക്കണം. നമുക്ക് പറഞ്ഞു അൻഷാദിന്റെ കൂട്ടാണ് ഷാക്കിറട്ടെ. ഇവര് രണ്ടാളും ഇരുന്ന് ചിരിയോട് ചിരി. ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞു. കാരണം അവരുടെ ഞാൻ പറഞ്ഞു മറ്റേ അടാ ഞങ്ങൾ ഇതുപോലെ ഡ്രസ്സ് മാറ്റി എന്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ മഴ ചാറിയപ്പോ മുഖത്ത് കൂടെ പതേ. എന്റെ ഒരു കൂട്ടുകാരൻ കേട്ടോ, ഞങ്ങൾ പണ്ടേ ക്ലിനിക്കിന്റെ ഷാമ്പൂന്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പൊ പണ്ട് നമ്മള് സ്കൂളിലേക്ക് വരുമ്പോ ജീപ്പുമ്മ തൂങ്ങി വരും. അതായത് കല്യാണത്തിനൊക്കെ പോകുമ്പോ ജീപ്പുമ്മ തൂങ്ങി, ഇത് ശരിക്കും നടന്ന കഥയാണ്. അപ്പൊ നമ്മള് ജീപ്പുമ്മ തൂങ്ങി നിന്നൊക്കെയാണ്. അതായത് നമ്മൾ സ്കൂളിലേക്ക് പോവുക. കാരണം നമ്മൾ 5 പൈസ കൊടുത്താൽ മതി. അപ്പൊ അതുപോലെ എന്റെ കൂട്ടുകാരുണ്ട്. അപ്പൊ അന്ന് നമുക്ക് ഈ ജെല്ല് സാധനത്തെ പറ്റി അറിയില്ല. ഇപ്പൊ എന്തായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷാമ്പു വാങ്ങിയിട്ട് തലയിൽ ഇങ്ങനെ തേച്ചോ, ജെല്ലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേച്ച് നിർത്തി. അതായത് അങ്ങനെയാണല്ലോ, ജെല്ല് പോലെയാണല്ലോ. അല്ലെ ഞങ്ങളെല്ലാവരും കൂടെ ജീപ്പുമ്മ തൂങ്ങി നിന്നിട്ട് നമ്മൾ ഇതുപോലെ സ്കൂളിലേക്ക് വരിക. അപ്പൊ അങ്ങനെ തൂങ്ങി നിൽക്കുക. അത് മഴ കയറി അത് സത്യത്തിൽ ഉണ്ടായി കഥനെ. അത് ഞങ്ങൾ ഇവിടെ മറ്റേ സ്കൂളിനോട് വന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇതുപോലെ എന്ത് പത ഇറങ്ങിയിട്ട് കഴിച്ച് ഇങ്ങനെ കാട്ടിയതാ. അത് ഫുള്ള് പത. അപ്പൊ ഇത് അവസ്ഥ ആലോചിക്കോ. ഞങ്ങള് ചിരിച്ചിട്ട് ഇപ്പൊ ഷാമ്പു വാങ്ങിയിട്ട് തേച്ചിന് തലയില്. എന്നിട്ട് മുടി ഇങ്ങനെ ആക്കുമ്പോ ഫുള്ള് പദം ഇങ്ങനെ ഇളകി വരുന്നു. അപ്പൊ കൊറേ ചിരിച്ചു. ഇത് ശരിക്കും ഞങ്ങളുടെ ധ്യാൻ ശ്രീനിവാസന്റെ വേറൊരു വേർഷൻ. അല്ല അതല്ല ശരിക്കും. അയ്യോ ഇത് ഉണ്ടാക്കാൻ സത്യം. ധ്യാൻ ചേട്ടൻ വെറുതെ പറയണ. അയ്യോ അങ്ങനല്ല ഞാന് ഇത് ഞാൻ പറയാം. അതുണ്ടായ കാര്യം അറിയാം. അയ്യോ ചിരിക്കാൻ വയ്യ എന്റെ കൃഷ്ണ. സത്യമായിട്ട് എനിക്ക് ചിരിക്കാൻ വയ്യ. അവ എന്തായാലും ഭയങ്കര രസമായിരുന്നു സംസാരിച്ചിരിക്കാനായിട്ട്. നിങ്ങൾ തന്നെ ഒരു ടാറ്റ പറഞ്ഞു. എനിക്ക് സത്യത്തിലൂടെ വേദനിക്കണം.
എന്തരീ ടാറ്റ വരമ്മ പറയേ ഞാൻ പറഞ്ഞു ടാറ്റ. എന്താണ് ഇതിപ്പോ പറയും സ്വന്തം മകൻ അമ്മട്ട് തച്ചെന്നൊക്കെ പറഞ്ഞ ടൈറ്റിൽ കൊടുക്കും. പിന്നെ സ്വന്തം മക്കളെല്ലാം അപ്പൊ മറ്റുള്ളവരെ തല്ലാൻ പറ്റില്ലല്ലോ എന്തായാലും. അയ്യോ എന്താ ചെയ്യും ചില ആൾക്കാർ ഇങ്ങനെ ചിരിക്കും, ആ ശബ്ദം ഒന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ ഒരു കരയും. എന്തോ എന്തോ വരാനുണ്ടെന്ന്. ആ വാഷിംഗ് മെഷീൻ ഒരാൾ വന്നോ? ആ, അതായിരിക്കും. ആ നേരത്തെ വന്ന നമ്മളോട് ചോദിച്ചില്ല വാഷിംഗ് മെഷീൻ്റെ അതാണ്. പണ്ടൊക്കെ ചിരിക്കുന്ന പേടിയും. ഇവിടെ ഇന്നിങ്ങനെ അപമാനിക്കും, എവിടെയെങ്കിലും ചെന്നിട്ട് ഇറങ്ങി പോന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ണോണിയേ കഴിഞ്ഞോട്ടാ ടാറ്റ. കഴിഞ്ഞോ? ടാറ്റ.